മേഖലയിലെ സംഘർഷ സാധ്യതകൾ പരിഹരിക്കാനാവൂ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി. ഇതിനായി എല്ലാ കക്ഷികളുമായും ചേർന്ന് നിൽക്കണം. ഖത്തറും ഇറാനും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ഖത്തറിന്റെ പ്രതികരണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധഭീതിക്ക് അയവുണ്ടായ സാഹചര്യത്തിൽ ഇരുവിഭാഗവും തമ്മിലുള്ള സമവായ ചർച്ചകളുടെ സാധ്യതയിലൂന്നിയായിരുന്നു ഡോക്ടർ മാജിദ് അൽ അൻസാരിയുടെ പരാമർശം. ഇരു കക്ഷികളെയും ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തുർക്കി, ഈജിപ്ത്, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരികയാണെന്നും വിശദീകരിച്ചു. ചർച്ചയിലൂടെ മാത്രമേ ലോകത്തെ ഏതു പ്രശ്നവും പരിഹരിക്കാനാകൂ എന്നും ഖത്തർ ഇറാനുമായി ഏറ്റവും ചേർന്നു നിൽക്കുന്ന രാജ്യമാണെന്നും മാജിദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മേഖലയിൽ ഇനിയും പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. പരിഹാരം കാണാൻ വൈകുന്നത് മേഖലയിലെ ജനങ്ങളെയും ദോഷകരമായി മാത്രമേ ബാധിക്കൂ എന്നും മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് മറ്റു പങ്കാളികളുമായി അടുത്തു പ്രവർത്തിച്ചു വരികയാണെന്നും മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഗ്യാസ് ഫീൽഡ് അടക്കം മേഖലയിലെ സുപ്രധാന വിഷയങ്ങളിലെല്ലാം പങ്കാളികളായതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവമായി ഇടപെടാൻ തന്നെയാണ് ഖത്തറിന്റെ ശ്രമമെന്നും മാജിദ് അൽ അൻസാരി ചൂണ്ടിക്കാട്ടി. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച തുർക്കിയിൽ നിന്നും ഒമാനിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. ഇതനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ച ഒമാനിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെ വേദി തുർക്കിയിൽ നിന്ന് മാറ്റാനുള്ള ഇറാന്റെ അഭ്യർത്ഥന ട്രംപ് ഭരണകൂടം അംഗീകരിച്ചുവെന്നും ഈ ചർച്ചകളിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച ആശയവിനിമയങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും അറബ് സ്രോതസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾ ആണവ വിഷയത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയതായും സൂചനയുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.